ഒരാളേ ഉള്ളോ? ആള് മോനും മോളും. അപ്പൊ ഞാൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയ്ക്കിട്ട് കിട്ടുമല്ലായിരുന്നു. അമ്മയ്ക്ക് അവള് മാത്രമേ ഉള്ളോ മോള്? ഞാൻ മോനല്ലേ, അമ്മയ്ക്ക് എന്നെ പറയാൻ മേലെ ഇതൊക്കെ ഡയലോഗ് ചോദിക്കുവല്ലേ? പിന്നെ ജിസ് ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ എങ്ങനെയാ? ഭയങ്കര ഫുഡിയാന്നോ? ഇങ്ങനെ ഭക്ഷണം തേടി അലഞ്ഞൊക്കെ പോയി കഴിക്കുന്ന? ഞാൻ അങ്ങനെ കഴിക്കുന്ന ആളാണ്, പക്ഷെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അയ്യോ. കഴിക്കും, ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് സ്പോർട്സ് എല്ലാം അറിയാം. ഇപ്പൊ ഈ നമ്മുടെ ഈ ജോലി ഇതായതുകൊണ്ട് എവിടെ ചെന്നാലും അവിടുത്തെ ആ സ്പേസ് പോകും നമ്മള്. പക്ഷെ കുറച്ചേ കഴിക്കുള്ളൂ, വളരെ കുറച്ച്. എന്നാ ഏറ്റവും ഇഷ്ടം? അവിയൽ, വെജിറ്റബിൾ അവിയൽ. കറക്റ്റ്, ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രം കിട്ടിയാൽ സന്തോഷം. ചോറ് ഭാര്യക്ക് അതാ ഇഷ്ടം എന്ന് പറഞ്ഞു. ഭാര്യ നോക്കാനല്ല പറഞ്ഞ ഇഷ്ടമെന്ന്. അല്ല, എനിക്കറിയാം വെജിറ്റേറിയൻ ആണ് കൂടുതൽ. പക്ഷെ ഇവരുടെ വീട് അങ്കമാലിയാണ്. അപ്പൊ ഈ അങ്കമാൽ മാങ്ങാക്കറി ഞങ്ങൾക്കൊന്നുകൂടെ പറയാവോ? എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അവിടെ ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് ആസിഫ് തന്നെയാണ് ഇതിന് ശരിക്കും പോപ്പുലർ ആക്കിയത്. ആസിഫിന് ആരാ മേടിച്ചു കൊടുത്തത്? ഞങ്ങൾ. ചേച്ചി ഇതുവരെ കഴിച്ചിട്ടില്ല? ആണോ? അതൊന്ന് ട്രൈ ചെയ്യാം. ഞങ്ങൾ കൊണ്ടുതരട്ടെ? പിന്നെ ഞങ്ങൾക്ക് ട്രൈ ചെയ്യണമല്ലോ അല്ലേ? അതെ. അല്ല, ശരിക്കും ഞാനൊരു കാര്യം പറ്റേ, ജിസിന്റെ പടത്തിലും മിക്കത്തിലും ലളിത ചേച്ചി ഉണ്ടായിരുന്നേ അല്ലെ? ഇപ്പൊ ആ ലളിത ചേച്ചി നമുക്ക് ഒത്തിരി മിസ്സാവുന്നു. ഞാനൊക്കെ മിസ് ചെയ്യുന്ന അത്രയും. എനിക്കറിയത്തില്ല. അതായത് ലാസ്റ്റ് ചെയ്ത സിനിമ മോഹൻകുമാർ ഫാൻസ് ആണ്. അതുവരെ എന്റെ എല്ലാ സിനിമയിലും ഉണ്ട് ചേച്ചി. ബൈസൈക്കിൾ ദിവസിലുണ്ട്, സൺഡേ ഹോളിഡേയിലുണ്ട്, വിജയ് സൂപ്പറിലുണ്ട്. അതായത് ഇപ്പൊ പണ്ട് മിമിക്രി ചെയ്തിരുന്നതുകൊണ്ട് ഈ എഴുതുമ്പോൾ സുഖം എന്ന് വെച്ചാൽ ഇവരുടെ മോഡുലേഷനിൽ എഴുതാം അല്ലേ? ഇപ്പൊ ശ്രീനിയേട്ടന് വേണ്ടി എഴുതുമ്പോൾ ശ്രീനിയേട്ടന്റെ മോഡുലേഷനിൽ എഴുതാം. ലളിത ചേച്ചിക്ക് അങ്ങനെ, സിദ്ദിഖയ്ക്ക് അങ്ങനെ എഴുതാം. അതൊരു സുഖമാണ്. അപ്പൊ ഈ മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ കരവണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ തട്ടി. അപ്പൊ ബാലവർമ്മ ചേച്ചി തന്നെയാണ്. ഇങ്ങനെ നടക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ കൂടെ ഒരു സഹായി ഉണ്ട്. അപ്പൊ ഇങ്ങനെ നന്നേടി കൊണ്ട് ആ പാത്രം വാങ്ങിച്ചു. ഒരു ചോറ് പാത്രമാണ്. അപ്പൊ കഴിക്കാൻ തുടങ്ങിയവനോട് ഞാൻ പറഞ്ഞു, ജസ്റ്റ് കൈ കഴുകിയുള്ളൂ. നന്നായി. ഞാൻ കയറുന്നില്ല, കയറാൻ ബുദ്ധിമുട്ടാ, ഇത് വാങ്ങിച്ചോ. വീട്ടിൽ കുക്ക് ചെയ്ത് കൊണ്ടിരിക്കുക. അയ്യോ പാവം ചേച്ചി ഭയങ്കരമായിട്ട് കരുതും. എന്നിട്ട് അപ്പൊ അത് ഞാൻ വാങ്ങിച്ചു. അപ്പൊ അതിൽ കുറെ. അപ്പൊ വടക്കഞ്ചേരി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ അവിടെ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ചെറിയ രീതിയിലുണ്ടല്ലോ വീട്ടിൽ തന്നെ. അപ്പൊ അവിടെ നിന്ന് കുറെ പച്ചക്കറികൾ കൊണ്ടുവന്നു. അത് വെച്ച് ഉണ്ടാക്കിയതാ, വേറെ ആർക്കും കൊടുക്കാനില്ല, നീ തന്നെ കഴിച്ചോ. ഞാൻ ഇനി എന്റെ ഇൻവെൻഷൻ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഒന്ന് കഴിച്ചു നോക്കൂ, കൊള്ളാവോന്ന്. എന്നിട്ട് നമുക്ക് ദില്ലിയിൽ അറിയിക്കാം. ഓക്കെ, ഇതിന്റെ കോമഡി ഉണ്ട്, ഞാൻ പറയാവേ. അയ്യോ എന്റെ ദൈവമേ, എന്നതാ കോമഡി? വല്ല കുഴപ്പമാവോ? कैसा है? मतलब अच्छा है. अच्छा है. Ali's Kitchen. Let's cook with love.